ഇനി രണ്ടാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആനിലും പ്രവാചകൻ്റെ അധ്യാപനങ്ങളിലും വന്നിട്ടുള്ള ഇസ്ലാമിക നിയമങ്ങളുടെ വളരെ പ്രാവർത്തികമായ ഒരു രൂപമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹത്തിൻ്റെ അനുചരന്മാരായ സ്വഹാബിമാരുടെയും ഒക്കെ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ജീവിതം പഠിക്കൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാധനയുടെ ഒരു ഭാഗം കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ എല്ലാ വിശ്വാസികളോടും കൂടി പറയുകയാണ്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂ, നിങ്ങൾക്ക് പ്രവാചകൻ നൽകിയത് എന്തൊക്കെയാണോ അത് നിങ്ങൾ സ്വീകരിക്കണമെന്നാണ്. വമാ നഹാക്കും അൻഹു ഫൻതഹു, നിങ്ങളെ പ്രവാചകൻ എന്തൊന്നിൽ നിന്ന് വിലക്കിയിട്ടുണ്ടോ അത് നിങ്ങൾ ഉപേക്ഷിക്കണം. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളോട് എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അത് മുസ്ലിങ്ങൾ നിർബന്ധമായിട്ട് സ്വീകരിക്കണമെന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളോട് എന്ത് കാര്യമാണോ വിലക്കിയിട്ടുള്ളത് ആ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ സത്യവിശ്വാസികളായ ആളുകൾ തയ്യാറാകണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മുസ്ലിം സമൂഹം 5 നേരവും നമസ്കരിക്കുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത്, പലിശയും ലോട്ടറിയും മദ്യവും മയക്കുമരുന്നുമൊക്കെ മോശപ്പെട്ട പ്രവർത്തനങ്ങളായി മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്നത് ഈ രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ടത് കൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വാക്കിലും പ്രവൃത്തിയിലും അവൻ്റെ ഉദ്ദേശത്തിലും സ്വഭാവത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റൽ മതപരമായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള ഒരു കടമയാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും അവിടുത്തെ ദിനചര്യകളും അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങളും പ്രത്യേകതകളും പ്രവാചകത്വത്തിൻ്റെ തെളിവുകളും ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ അത് പഠിക്കൽ, അതായത് പ്രവാചകൻ്റെ ജീവിതം പഠിക്കാൻ സത്യവിശ്വാസികളായ ആളുകൾ തയ്യാറാകേണ്ടതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം.